ഹായ് ഹലോ, ഒരുപാട് നാൾക്ക് ശേഷം തൃശ്ശൂരിലുള്ള ആവണംകോട് വിഷ്ണുമായി കാണാനായിട്ടുള്ള യാത്രയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ എറണാകുളത്ത് കുഴുപ്പള്ളിയിൽ നിന്നാണ് യാത്ര. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇറങ്ങി നിന്നൊക്കെയാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ മാലിയങ്കര എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കാണുന്നത് മാലിയങ്കര കോളേജാണ് കേട്ടോ. ഞാനും മോളും ചേട്ടനുമായിട്ട് ബൈക്കിലായിരുന്നു യാത്ര. മഴയത്ത് അത്ര സുഖകരമല്ലാത്തൊരു യാത്രയായിരുന്നു. ഇടയ്ക്ക് നല്ല മഴയായപ്പോൾ തന്നെ നമ്മൾ മോളുള്ളത് കൊണ്ട് ഇറങ്ങി കുറച്ച് നേരം മഴ തോരാനായിട്ട് നിന്നു. ആവണംകോട് മാത്രമല്ല, വേറെയും 5 ക്ഷേത്രങ്ങൾ മനസ്സിൽ പ്ലാനുണ്ട്. എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയില്ല. ആദ്യം നമ്മൾ കയറിയത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ കല്യാണമുള്ള ദിവസമായിരുന്നു കേട്ടോ. നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് നമ്മൾ പോയത് കൊടുങ്ങല്ലൂരായിരുന്നു കേട്ടോ. കൊടുങ്ങല്ലൂരും തിരുവഞ്ചിക്കുളം അമ്പലമായിട്ട് ഒരുപാട് ദൂരം വ്യത്യാസമൊന്നുമില്ല. ഏതാണ്ട് 2 കിലോമീറ്റർ മാറിയാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൂടെ കയറി കുറേ നേരം നമ്മൾ പ്രാർത്ഥിച്ച് ചുറ്റമ്പലമൊക്കെ പ്രദക്ഷിണം വെച്ച ശേഷമാണ് തിരിച്ചത്. ഞായറാഴ്ച ആയിരുന്നിട്ടും നല്ല മഴയുണ്ടായിരുന്നിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ നമ്മൾ എത്തിയത് തൃപ്രയാറായിരുന്നു കേട്ടോ. തൃപ്രയാർ എത്തിയപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടായി. ഇത്രയും നാളായി തൃപ്രയാർ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അകത്ത് കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് അകത്ത് കയറി തൊഴാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുറത്ത് വെച്ചിരിക്കുന്ന ബാലകൃഷ്ണനായിരുന്നു കേട്ടോ. വല്ലാത്തൊരു സൗന്ദര്യമുള്ളൊരു കൃഷ്ണനായിരുന്നു. എൻ്റെ മോളാണ് ഈ കാണുന്നത്. അവൾക്ക് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളിങ്ങനെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന വിളക്കിൽ കൊത്തിയിട്ടുള്ള ഒരു നാഗത്തിൻ്റെ ശില്പത്തിൽ തൊട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇറങ്ങിയ ശേഷം നമ്മൾ വന്നിട്ടുള്ളത് ആവണംകോടായിരുന്നു. ആവണംകോട് വന്നപ്പോഴത്തേക്ക് ക്യൂ കിടക്കുന്നത് അമ്പലത്തിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു കേട്ടോ. എല്ലായിടത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ എന്നാലും ആവണംകോട് കയറി ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഭക്ഷണമൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പോകുന്ന അമ്പലത്തെക്കാട്ടി വല്ലാത്തൊരു വ്യത്യാസമുള്ളൊരു അമ്പലമായിട്ട് എനിക്ക് ഈ ആവണംകോട് അല്ലാതെ ഈ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു അമ്പലത്തെ പറ്റി ഒരു അറിവുമില്ലായിരുന്നു. എൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടുള്ള അറിവാണ് ഇങ്ങനെ ആവണംകോട് വിഷ്ണുമായ എന്ന് പറയുന്ന അമ്പലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് തെങ്ങുണ്ടായി കേട്ടോ. ആ തേങ്ങയൊക്കെ ആട്ടി മോള് കളിക്കുന്നുണ്ടായി. പിന്നെ നമ്മൾ വന്നത് പെരിങ്ങോട്ട് കരയിലായിരുന്നു. പെരിങ്ങോട്ട് കര എത്തുന്ന സമയത്ത് ഒരു കൈലാസത്തിലെത്തിയ ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യാറ്. മറ്റമ്പലങ്ങളിലൊക്കെ കാണുന്ന ഒരു രീതിയല്ല ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ. എനിക്ക് വല്ലാതെ വേറൊരു പ്രത്യേകത ഫീൽ ചെയ്തിട്ടുണ്ടായി. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ എൻ്റെ പുതിയ അനുഭവങ്ങളായിരുന്നു. ഞാൻ 1-2 തവണ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വരുമ്പോഴൊക്കെ വല്ലാതെ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ഫീലാണ് കിട്ടാറുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ മോൾക്ക് അവിടെ അതിനകത്ത് കയറിയിട്ട് പുറത്ത് വരണമെന്നൊന്നും ഉണ്ടായില്ല. അത്രയും ഒരു രസമാണ് അതിനകം കാണാനും. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച ശേഷം പിന്നെ മോളുടെ ഇഷ്ടത്തിനായിട്ട് ഞങ്ങളിങ്ങനെ അവളുടെ പിറകെ നടന്നിട്ടായിരുന്നു. അവിടെ ഒരു ആനയൊക്കെ വെച്ചിട്ടുണ്ടായി കേട്ടോ. അവൾക്ക് അതിൻ്റെ അടുത്തുനിന്ന് മാറാനേ മനസ്സുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ തിരിച്ച് മടങ്ങിയത്. ഈ പെരിങ്ങോട്ടുകര അമ്പലത്തിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൈലാസമായിട്ടാണ് ഫീൽ ചെയ്യാറ്. അവസാനം നമ്മൾ കയറിയ അമ്പലം കാനാടിക്കാവായിരുന്നു കേട്ടോ. വല്ലാത്ത എൻ്റെ ദൈവമേ, ഒന്നും നമുക്ക് പ്രാർത്ഥന ശേഷം ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴേ ഇത്രയും അമ്പലങ്ങളിൽ കയറാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്ര മഴയുണ്ടായിരുന്നു. കുട്ടിയും കൊണ്ട് യാത്ര ചെയ്യുന്ന അത്രയും സുഖമായിട്ടുള്ള കാര്യമില്ല. എങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച അമ്പലങ്ങളിൽ 5 അമ്പലമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. നമ്മൾ 6 അമ്പലങ്ങളിൽ കയറാൻ പറ്റി. ആദ്യമേ വിഷമിപ്പിച്ചെങ്കിലും പിന്നീടുള്ള യാത്രയിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. യാത്ര സുഖമായിട്ട് ദൈവത്തിന് നന്ദി.